പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ അതിൽ തെറ്റെന്താ ഉള്ളത് അച്ഛമ്മേ? ദേവേട്ടൻ എന്റെ ഭർത്താവല്ലേ? ഇപ്പൊ പറയുന്നത് അച്ഛമ്മ ശരിക്ക് കേട്ടോളൂ. ദേവേട്ടൻ എന്റെ ഭർത്താവാ. ഈ വീട് എന്റെ വീടാ, എന്റെ കുടുംബം. ദേവാ, ദേവാ, എന്റെ ദാസേട്ട, ദേവാ, മോനെ വർമ്മേ, ദേവാ, ദേവാ, എന്റെ മോൻ, എന്റെ മോൻ, ദേവാ, ദേവാ, അമ്മേ, ദേവാ, ദേവാ, ദാസേട്ട, മോനെ, ദേവാ, ദാസേട്ട, മോനെ, ദാസേട്ട, മോനെ, ദേവാ, മോനെ, ദേവാ, 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 ദാസേട്ട, മോനെ, ദേവാ, മോനെ, ദാസേട്ട, ദേവാ,
മോളെ വൈദേഹി, അച്ഛനെപ്പോ? വൈദേഹി, ദേവാ, മോനെ നിന്റെ അച്ഛനാ വിളിക്കുന്നേ. സത്യം പറയാൻ പറ്റാതെ അച്ഛനങ്ങ് പോകുമെന്ന് ഭയന്നു. പക്ഷേ നിങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കണമെന്നുള്ള എൻ്റെ വാശി മാത്രമാ പോയി എൻ്റെ ജീവനെ പിടിച്ചു നിർത്തിയത്, ഇന്ന് നിന്റെ മുമ്പിൽ നിർത്തിയത്. ഇതെന്തിനാ ഇയാൾ ഇവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ പോന്നേ? അപ്പൊ ഇവരുടെ കല്യാണം കഴിഞ്ഞ കാര്യം ഇങ്ങേർക്കും അറിയാവോ? എന്ന് വെച്ചാ എനിക്കൊരു അക്ഷരം പോലും മനസ്സിലാവുന്നില്ല. അച്ഛൻ കോമയിൽ നിന്ന് പുറത്തേക്ക് വന്നതല്ലേ ഉള്ളൂ അമ്മേ. വൈദേഹിയെ ശ്രേയാണെന്ന് കരുതി കൺഫ്യൂസ് ആയതാവും. കൺഫ്യൂസ് ആകാൻ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടൊന്നുമില്ല ഊർമിളെ. ഒരു ബോധക്കേടിന്ന് എഴുന്നേറ്റുന്നേ ഉള്ളൂ. ഞാൻ ആരെ ഒന്നിനെയും മറന്നിട്ടില്ല. നിങ്ങളൊക്കെ പറഞ്ഞ ഓരോ വാക്കും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി നീ ഒരിക്കലും എഴുന്നേൽക്കരുത്. നീ എല്ലാം സ്വന്തം മകനെ ഏൽപ്പിക്കുമല്ലേ? അതൊരു തെറ്റെന്താ ഉള്ളത് അച്ഛമ്മേ? ദേവേട്ടൻ എന്റെ ഭർത്താവല്ലേ? ഇപ്പൊ പറയുന്നത് അച്ഛമ്മ ശരിക്ക് കേട്ടോളൂ. ദേവേട്ടൻ എന്റെ ഭർത്താവാ. ഈ വീട് എന്റെ വീടാ, എന്റെ കുടുംബം ഇത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് വൈദേഹിയെ കുറിച്ചാണ്, എന്റെ മരുമകളെ കുറിച്ച്. വൈദേഹി എങ്ങനെയാടാ നിന്റെ മരുമകളാകുന്നത്? ശ്രേയല്ലേ മരുമകൾ? നിനക്ക് എന്താ വർമ്മയെ പറ്റിയത്? അമ്മേ, ഞാനെല്ലാം ഒന്ന് പറഞ്ഞോട്ടെ. അന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ ശ്രമിക്കുമ്പോഴാ എനിക്ക് ബോധക്ഷയമുണ്ടായത്. ഇനി എത്ര നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാ സത്യങ്ങളും എനിക്ക് പറയണം. പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ദേവൻ കല്യാണം കഴിച്ചത് ഈ നിൽക്കുന്ന ശ്രേയനെയല്ല, വൈദേഹിയാണ്.
അതെ കൗസല്യേ, ശ്രേയയല്ല നമ്മുടെ മരുമകൾ. ഈ നിൽക്കുന്ന വൈദേഹിയാണ്. ഈ പൊന്നുമോള നമ്മുടെ മരുമകൾ. വർമ്മ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഇളയ മോളെയല്ലേ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചത്? പിന്നെ എങ്ങനെ മൂത്ത മകള് നിങ്ങളുടെ മരുമകളാവുക? ഞാൻ ഈ പറയുന്നത് സത്യരാമ, ഇത് നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു കാര്യം നടന്നത് ദേ ഈ നിമിഷം വരെ എന്റെ മകൻ ദേവനും അറിഞ്ഞിട്ടില്ല. സത്യമോനെ, തട്ടോട്ട് അരികിലിരുന്നത് ശ്രേയാന്ന് കരുതിയ നീ താലി കെട്ടിയത്. പക്ഷെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതും നീ താലി കെട്ടിയതും ഈ നിൽക്കുന്ന വൈദേഹിയെ തന്നെയാ. ദാസേട്ടൻ ഈ പറയുന്നതൊന്നും എനിക്കൊരു അക്ഷരം പോലും മനസ്സിലാവുന്നില്ല. വൈദേഹി എങ്ങനെ തട്ടിട്ടിരുന്നു? ആ തട്ടമാണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണ് കെട്ടിക്കളഞ്ഞത് കൗസല്യേ. CI ശേഖർ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നും നമ്മൾ ആ തട്ടത്തിന് മറവിൽ തന്നെ ഇരുന്നേനെ. ശ്രേയ നിങ്ങളുടെ മരുമകളല്ല. കല്യാണം നടക്കുന്ന സമയത്ത് അവള് മണ്ഡപത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്താ ശേഖര നീ പറയുന്നേ? സത്യമാണ്. വർമ്മയുടെ ശരിക്കുള്ള മരുമകൾ ആരാണെന്ന് അറിയാവോ? കല്യാണ മുഹൂർത്ത സമയത്ത് ഈ ശ്രേയ കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്നില്ല. കുടുംബത്തിന്റെ നാണക്കേട് മറയ്ക്കാനായിട്ട് ഈ വൈദേഹിയെ ഒരുക്കി തട്ടവും മറച്ചിരുത്തിയത്. അങ്ങനെ ദേവൻ താലി കെട്ടിയത് വൈദേഹിയുടെ കഴുത്തില. ഇന്നലെ യാഗത്തിന് മാത്രമാ ശ്രേയയ്ക്ക് പകരം വൈദേഹി ഇരുത്തിയെന്ന് ഞാൻ കരുതി. കല്യാണ മണ്ഡപത്തിൽ മുഖം മറിച്ച് ഇവിടെ അല്ലേ ഇരുത്തിയത്? വൈദേഹിയെ കൊണ്ട് താലി കെട്ടിച്ചിട്ട് ശ്രേയ എങ്ങനെ അവന്റെ ഒപ്പം ജീവിക്കാൻ അനുവദിച്ചു? ദേവൻ താലി കെട്ടിയ വൈദേഹിയോട് എന്തിനിങ്ങനെ ഒരു അന്യായം കാണിച്ചു? എടാ രാമ, അമ്മ ഒരക്ഷരം വേണ്ടി പോകരുത്. പെറ്റ തള്ളെ ആയതുകൊണ്ട് വെറുതെ വിടുന്നു, അല്ലെങ്കിൽ കഴുത്ത് നിരിച്ച് കൊന്നേനെ ഞാൻ. നിങ്ങളെ ആരെയും കൊല്ലേണ്ടത്. എന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും തവിട് പൊടിയാക്കിയ നിങ്ങളെ പോലെയുള്ളവരോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ ഞാൻ പോയേക്കാം. ഞാനാ മരിക്കേണ്ടത്. രാമ അരുത്. രാമ എന്തായി കാണിക്കുന്നേ? ബുദ്ധിമോശം കൊണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടരുത്. അതുകൊണ്ട് എന്താ പ്രയോജനം? അങ്ങനെയല്ലല്ലോ വർമ്മേ. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും ചേർന്ന് നിങ്ങളെ ചതിക്കുകയായിരുന്നു എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. എന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഈ ശിക്ഷ ഞാൻ ഏറ്റെടുക്കുക. എന്തിനാ ഇനി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ചെയ്തതൊക്കെ തെറ്റ് തന്നെയായിരിക്കാം. പക്ഷെ എന്തിനൊരു പരിഹാരമില്ലേ? രാമന് നാണക്കേട് ഉണ്ടാകാതിരിക്കാനല്ലേ അവൾ ആ തലകുനിച്ചു കൊടുത്തത്? സ്വന്തം അനിയത്തിക്ക് വേണ്ടി അവൾ അവളുടെ ജീവിതം തന്നെ ത്യജിക്കാൻ തയ്യാറായത്. എന്റെ മകന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചവളാണ്. ഇതിനേക്കാളും നല്ലൊരു മകളെയോ മരുമകളെയോ ആർക്കെങ്കിലും കിട്ടുമോ?
ഇത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് മാത്രമല്ല ഏട്ടാ, പരസ്പരം ഇഷ്ടപ്പെട്ടത് ഇവരാ. കല്യാണം കഴിക്കേണ്ടത്, ഒന്നിച്ച് ജീവിക്കേണ്ടത് ഇവരാ. ശ്രേയയെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഇവർ വീണ്ടും ഒന്നിക്കാൻ ഒരു അവസരം ഉണ്ടാവില്ലായിരുന്നു. ഇതും നമ്മുടെ നന്മയ്ക്കാണെന്ന് കരുതിക്കും. മോനെ ദേവ, വൈദേഹിയാണ് നിന്റെ ഭാര്യ എന്ന് നിനക്ക് തോന്നുന്നല്ലേ പറഞ്ഞത്? നിന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നിയത്. ഇനി ഒരിക്കലും നിന്റെ ഇഷ്ടം മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി ജീവിക്കേണ്ടി വരില്ല മോനെ. എന്നുവെച്ചാ നീ പ്രണയിച്ചതും വൈദേഹിയായിരുന്നു മോനെ. നിന്നെ കണ്ട ആദ്യ ക്ഷണം തന്നെ നിന്നെ പോലൊരു മരുമോളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. പക്ഷെ അത് നിന്നോട് പറഞ്ഞ എന്റെ മരുമകളായി കയറി വന്ന ശ്രേയയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കരുതി മിണ്ടാതിരുന്നതാ. പക്ഷെ ഒടുവിൽ ഞാൻ ആഗ്രഹിച്ചതുപോലൊരു കുട്ടിയെ തന്നെ എനിക്ക് കിട്ടിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നോ ദേവൻ നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയെന്ന്? ദേ ഇപ്പൊ അത് നടന്നിരിക്കുന്നു. അന്ന് ചോദിച്ചപ്പോ അല്ല എന്റെ അനിയത്തിയെ ആ ദേവൻ സ്നേഹിച്ചെന്ന് നീ പറഞ്ഞു. നീ എന്തിനാ ദേവ ഇത് മനസ്സിൽ വെച്ചോണ്ടിരുന്നേ? കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാ. അവള് താലി കെട്ടിയതുപോലും മറച്ചു വെച്ചില്ലേ എന്തു? അപ്പൊ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്തു? നിന്നെ എനിക്ക് കാണിച്ചു തന്ന് എന്റെ പ്രണയത്തെ വിജയിപ്പിച്ച് ഓരോ നിമിഷവും എന്റെ അരികിൽ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് അനുകൂലമായി പ്രവർത്തിച്ച ആ രാമൻ ഈ താലിയുടെ കാര്യത്തിൽ മാത്രം എന്തിനെന്നോട് ഇങ്ങനൊരു ചതി കാണിച്ചു എന്ന് ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നു. പക്ഷെ വൈദേഹി, ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റില്ല എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്നാലും ഇപ്പോഴും ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുത്തരം നിനക്ക് മാത്രമേ തരാൻ പറ്റൂ. എന്നോടുണ്ടായിരുന്ന പ്രണയം നീ ഒളിപ്പിച്ചു, ഞാൻ കെട്ടിത്തന്ന താലിയും നീ ഒളിപ്പിച്ചു, നമ്മുടെ ബന്ധം പോലും നീ മാറ്റിവെച്ചു. എല്ലാം ആർക്കു വേണ്ടിയായിരുന്നു? നിന്റെ അച്ഛന് വേണ്ടിയോ അതോ നിന്റെ അനിയത്തിക്ക് വേണ്ടിയോ അതോ കുടുംബത്തിന് വേണ്ടിയോ? ഒരു ക്ഷണം പോലും നീ എന്നെ കുറിച്ച് ആലോചിച്ചില്ല. എന്തിനാ വൈദേഹി എന്നെ മാത്രം തള്ളിക്കളഞ്ഞത്? എന്നോട് ക്ഷമിക്ക് ദേവേട്ട.
ഇനി നീ എന്നെ ഒരിക്കലും വിട്ടുപോകില്ലല്ലോ. ജീവൻ പോയാലും പോവില്ല. ഇതെന്തിനാ ഇങ്ങനെ ഒരു സ്വപ്നം? അപ്പോ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉൾമനസ്സ് ദേവേട്ടനെ എനിക്ക് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പാടില്ല, സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ആലോചന പാടില്ല. ദേവേട്ടൻ ശ്രേയയ്ക്കുള്ളതാണ്. ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടി ദേവേട്ടൻ അവളോടൊപ്പം ജീവിക്കണം. കിട്ടുന്ന സമയം അവൾ ഉറങ്ങിക്കോളും. ശ്രേയേ ചേച്ചി, ദേവേട്ടനെ നോക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ആ ശരി ചേച്ചി.